അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അൽ കുനൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫുറുഇയായ ഇഅ്റാബുകളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ഫുറുഇയായ ഇഅ്റാബുകൾ നമ്മൾ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 5-ാമത്തെ ഇനമാണ്. 5-ാമത്തെ ഇനം അൽ മംനൂഉ മിനസ് സർഫ്, അതായത് ഗൈറു മുൻസരിഫ്. എന്താണ് മംനൂഉ മിനസ് സർഫ്? ഹുവൽ ഇസ്മുൽ മുഅറബു, മുഅറബായ ഇസ്മാണ് അല്ലദീ ലാ യൽഹഖുഹു തൻവീനുൻ വലാ കസ്റുൻ, അതിനോടുകൂടെ തൻവീനും കെസ്റും ചേരുകയില്ല. തൻവീനും കെസ്റും ചേരാത്ത മുഅറബായ ഇസ്മാണ് മംനൂഉ മിനസ് സർഫ്. ഇഅ്റാബുഹു, അതിൻ്റെ ഇഅ്റാബ് യുർഫഉ ബിൽ ലമ്മത്തി, ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്യപ്പെടും. വയുൻസബു വയുജറു ബിൽ ഫതഹത്തി, ജറും നസ്ബും ഫതഹത്തു കൊണ്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജംഉ മുഅന്നത്ത് സാലിമിൻ്റെ ഇഅ്റാബ് നമ്മൾ പറഞ്ഞപ്പോൾ നസ്ബും ജറും കസ്റത്ത് കൊണ്ടാണെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, നസ്ബും ജറും ഫതഹത്തു കൊണ്ടാണ് ഗൈറു മുൻസരിഫിൻ്റെ ഇഅ്റാബ്. ലമ്മത്തിൽ വ്യത്യാസപ്പെടുന്നില്ല. മിസാലുൽ മർഫൂഇ, ഇവിടെ റഫ് ചെയ്യപ്പെട്ടതിനുള്ള ഉദാഹരണം അള്ളാഹുവിൻ്റെ ഖൗല് ഖാല ഇബ്രാഹീമു. ഇബ്രാഹീം എന്നുള്ളത് ഫായിലാണ്, റഫ് ആണ്, ലമ്മത്ത് കൊണ്ടാണ് റഫ്. ഇബ്രാഹീമുൻ തൻവീൻ അതിനോട് ചേരുകയില്ല, അതുപോലെ കസ്റും വരികയില്ല. മിസാലുൽ മൻസൂബി, നസ്ബ് ചെയ്യപ്പെട്ടതിനുള്ള ഉദാഹരണമാണ് വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹീം. ഇബ്രാഹീം എന്നുള്ളത് മഫ്ഊലാണ്, നസ്ബിൻ്റെ അടയാളം ഫതഹത്താണ്. മജ്റൂറിനുള്ള ഉദാഹരണമാണ് സലാമുൻ അലാ ഇബ്രാഹീം. ഇവിടെയാണ് കാര്യമായി വ്യത്യാസപ്പെടുന്നത്. ഇബ്രാഹീം എന്നുള്ളത് മജ്റൂറാണ്, പക്ഷെ അവിടെ ജറിൻ്റെ അടയാളം ഫതഹത്താണ്, കസ്റത്ത് അതിൽ പ്രവേശിക്കുകയില്ല. കാരണം അത് മംനൂഉ മിനസ് സർഫിൽപ്പെട്ടതാണ് ഇബ്രാഹീം എന്നുള്ളത്. ഇനി അൽ മംനൂഉ മിനസ് സർഫി നൗആനി, ഗൈറു മുൻസരിഫ് 2 ഇനങ്ങളുണ്ട്. 2 ഇനമാണ്. നൗഉൻ, ഒരു ഇനം, യുംനഉ മിനസ് സർഫിൽ ഇല്ലത്തിൻ വാഹിദ, ഒരൊറ്റ കാരണത്തിന് വേണ്ടി തന്നെ അത് സർഫിൽ നിന്നതിന് വിലക്കപ്പെടും, ഗൈറു മുൻസരിഫാകും. മറ്റൊന്ന് 2 കാരണം വേണം, എന്നാലാണ് അത് ഗൈറു മുൻസരിഫാവുകയുള്ളൂ, മംനൂഉ മിനസ് സർഫിൽ പെടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ 2 ഇനമാണ്. അതിൽ നിന്ന് ഒന്നാമതായി അവലൻ മാ യുംനഉ മിനസ് സർഫിൽ ഇല്ലത്തിൻ വാഹിദ, ഒരൊറ്റ കാരണത്തിന് വേണ്ടി മംനൂഉ മിനസ് സർഫിൽ പെടുന്ന, അതായത് ഗൈറു മുൻസരിഫാകുന്ന ഇനങ്ങൾ അത് 3 എണ്ണമാണ്. ഒന്നാമതായി അൽ ഇസ്മുൽ മഖ്തൂമു ബി അലിഫി തഅനീസിൽ മംദൂദ, മംദൂദായ തഅനീസിൻ്റെ അലിഫ് കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ഇസ്മ. 2 മഖ്സൂറയായ തഅനീസിൻ്റെ അലിഫ് കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ഇസ്മ. ഇതിൻ്റെ വിശദീകരണം വരുന്നുണ്ട്. മൂന്നാമതായി അൽ ജംഉല്ലദി അലാ സിഗത്തി മുൻതഹൽ ജംഉ, മുൻതഹൽ ജംഇൻ്റെ സിയുടെ മേലുള്ള ജംഉ. ഈ 3 കാര്യങ്ങളും ഒരൊറ്റ കാര്യം, ആ ഒരൊറ്റ കാരണം മാത്രം ഉണ്ടായാൽ തന്നെ അത് മംനൂഉ മിനസ് സർഫിൽ പെട്ടതാകുന്നതാണ്. ഇനി നമുക്ക് ഓരോന്ന് വിശദീകരിക്കാം. ഒന്നാമതായി അൽ ഇസ്മുൽ മഖ്തൂമു ബി അലിഫി തഅനീസിൽ മംദൂദ, മംദൂദായ തഅനീസിൻ്റെ അലിഫ് കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ഇസ്മ. അതിനുള്ള ഉദാഹരണമാണ് സ്വഹറാ, സ്വഫറാ, ഹസനാ, ഹൗറാ, അർജാ, ഉലമാ, ഫുഖറാ, ശുറക്കാ, അഗ്നിയാ, അസ്ദിഖാ, ഔലിയാ, അംബിയാ, ശുഹദാ. ഇതിലൊക്കെ ഇതിൻ്റെ അവസാനം തഅനീസിൻ്റെ അലിഫ്, മംദൂദായ തഅനീസിൻ്റെ അലിഫാണ് ഇതിൻ്റെ അവസാനത്തിൽ ഉള്ളത്. അങ്ങനെ അവസാനിപ്പിക്കപ്പെടുന്ന ഇസ്മുകളാണ്. ഉദാഹരണം നോക്കാം. ഖാല തആല വ അൻതും ശുഹദാഉ, ശുഹദാ എന്നുള്ളത് ഖബറാണ്, റഫ് ആണ്, ലമ്മത്ത് കൊണ്ടാണ്. ഖാല തആല കുൻതും ശുഹദാ, കാനയുടെ ഖബറാണ്, നസ്ബാണ്, അവിടെ ഫതഹത്താണ് അടയാളം. ലം യഅ്തു ബി അർബഅത്തി ശുഹദാ, അവിടെയാണ് കാര്യമായി വ്യത്യാസപ്പെടുന്നത്. ഇവിടെ ശുഹദാഹ എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്, ജറാണ്, ജറ് കസ്റത്ത് കൊണ്ടല്ല ഫതഹത്ത് കൊണ്ടാണ്. അതിനുള്ള കാരണം അത് മംനൂഉ മിനസ് സർഫിൽ പെട്ടതാണ്, അത് മംനൂഉ മിനസ് സർഫിൽ പെട്ടതാണ്. ഇനി രണ്ടാമതായി അൽ ഇസ്മുൽ മഖ്തൂം ബി അലിഫി തഅനീസിൽ മഖ്സൂറ, മഖ്സൂറയായ തഅനീസിൻ്റെ അലിഫ് കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ഇസ്മ. ഇപ്പം നമ്മൾ പറഞ്ഞത് മംദൂദയായ തഅനീസിൻ്റെ അലിഫ് കൊണ്ട് അവസാനിപ്പിക്കുന്ന ഇസ്മാണ്. രണ്ടാമതായി മഖ്സൂറയായ തഅനീസിൻ്റെ അലിഫ് കൊണ്ട് അവസാനിപ്പിക്കപ്പെടുന്ന ഇസ്മ. അതിനുള്ള ഉദാഹരണമാണ് സൽമ, കുബറ, ദിക്റ, തഖ്വ, സുൽഫ, മർള, മൗത, സുകാറ, നസാറ, ഫുറാദ, കുസാല എന്നൊക്കെ പറയും പോലെ. ഒമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഖൗല് അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വ മിനല്ലാഹി. ഇവിടെ തഖ്വ എന്നുള്ളത് മജ്റൂറാണ്, ജറിൻ്റെ അടയാളം ഫതഹത്തോണ്ടാണ്, കാരണം അത് മംനൂഉ മിനസ് സർഫിൽ പെട്ടതാണ്. ഫതഹത്ത് അതിൻ്റെ അവസാനത്തിൽ സങ്കല്പിക്കപ്പെടുന്നുണ്ട്, തഅദുറുണ്ടായതുകൊണ്ട് ഇതിന് വെളിവാകാൻ സാധ്യമല്ല. അതുപോലെ ഒമാഹും ബി സുക്കാറ, അവിടെയും സുക്കാറ എന്നുള്ള പദം മജ്റൂറാണ്, ജറിൻ്റെ അടയാളം ഫതഹത്താണ്, കാരണം അത് ഗൈറു മുൻസരിഫിൽപ്പെട്ടതാണ്.
മിൻ ഫവായിദിൽ ഇൽമി ബി അന്ന ഹാദൻ നൗഅ ഗൈറു മുൻസരിഫ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഇനം അത് ഗൈറു മുൻസരിഫാണ്. അതിനോട് തൻവീന് അൻ തഅലമ അന്ന തൻവീന ലാ യദ്ഖുലുഹു, അതിനോട് തൻവീന് ചേരുകയില്ല. ബി ഖിലാഫിന ഹുദൻ റിബൻ ഹവൻ, ഈ ഹുദൻ റിബൻ ഹവൻ ഇതിലൊക്കെ തൻവീന് പ്രവേശിക്കും. ഫയദ്ഖുലുഹ തൻവീനു, അതിൽ തൻവീനിൽ പ്രവേശിക്കും. അത് ഗൈറു മുൻസരിഫിൽ പെട്ടതല്ല, അത് മുൻസരിഫാണ്. കാരണം ഇതിൻ്റെ ഹുദൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള അലിഫ് അത് മുൻഖലിബായ അലിഫാണ്, യാതിനെ തൊട്ട് മറിക്കപ്പെട്ടതാണ്. അതുപോലെ റിബൻ എന്നുള്ളതിൻ്റെയും മറിക്കപ്പെട്ടതാണ്. ഹവൻ എന്നുള്ളതിൻ്റെയും അലിഫ് അവസാനത്തിൽ അത് മുൻഖലിബാണ്. അതായത് ആ മുൻഖലബായത് കൊണ്ട് തന്നെ ഇത് മുൻസരിഫാണ്. ഇവിടെ സായിദയായി വരുന്ന സമയത്താണ് നമ്മൾ ഗൈറു മുൻസരിഫിൽ പെടുത്തുന്നത്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, അലാ തഖ്വ മിനല്ലാഹി, ഇവിടെ തഖ്വ എന്നുള്ളത് ഗൈറു മുനവ്വനത്തിൻ, തൻവീൻ ചെയ്യപ്പെട്ട തൻവീൻ ഇല്ല, കാരണം അത് സർഫിൽ ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. അലാ ഹുദം മിർ റബ്ബി, അവിടെ തൻവീൻ ഉണ്ട്, അത് മുൻസരിഫുമാകുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റാക്കി ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കണം. മൂന്നാമതായി അൽ ജംഉല്ലദീ അലാ സീഗത്തി മുൻതഹൽ ജുമുഅ്, മുൻതഹൽ ജംഇൻ്റെ സീഗയുടെ മേൽ ജംആക്കുന്നത്, മുൻതഹൽ ജംഇൻ്റെ സീഗയുടെ മേൽ ഉള്ള ജംഅ, അത് ഒരൊറ്റ കാരണം ഉണ്ടായാൽ തന്നെ ഗൈറു മുൻസരിഫിൽ പെടും. ഹുവ കുല്ലു ജംഇ തക്സീരിൻ, ഈ ജം എന്ന് പറഞ്ഞാൽ എല്ലാ ജമ്മു തക്സീറും വഖഅ ബഅദ അലിഫ് തക്സീരി, തക്സീറിൻ്റെ അലിഫിൻ്റെ ശേഷം 2 ഹർഫുകൾ സംഭവിച്ചിട്ടുണ്ട്, 2 ഹർഫുകൾ സംഭവിച്ച എല്ലാ ജമ്മു തക്സീറും, അല്ലെങ്കിൽ 3 ഹർഫുകൾ ഔ സലാസത്ത് ഹറുഫിൻ ഔസത്തുഹ സാക്കിൻ, അതിൻ്റെ മദ്യം സുക്കൂനാണ്. നോക്കാം, ബഅദൽ അലിഫ് ഹർഫാനി, അലിഫിൻ്റെ ശേഷം 2 ഹർഫുകൾ വന്നിട്ടുള്ള ഉദാഹരണം മസാജിദ്. കണ്ട, മസാജിദ് എന്ന് പറയുമ്പോൾ അലിഫിന് ശേഷം ജീമും ദാലും വന്നിട്ടുണ്ട്. മവാത്തിന്, മസാനി, ഖവാഇദ്, ഖബായിൽ, ഹദായിഖ്, ദറായിമ്, അഫാലിൽ, ഇങ്ങനെയൊക്കെ പറയും പോലെ ഇത് അലിഫിൻ്റെ ശേഷം 2 ഹർഫുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ജംഉ മുൻതഹൽ ജമ്മിൻ്റെ സീഗയുടെ മേലുള്ള ജമ്മാണ്. അതുപോലെ അലിഫിൻ്റെ ശേഷം 3 ഹർഫുകളും അതിൻ്റെ മദ്യം സാക്കിനായി വരികയും ചെയ്തിട്ടുണ്ട്. മസാബീഹ്, കണ്ടോ, അലിഫിൻ്റെ ശേഷം 3 അക്ഷരമുണ്ട്, ബീഹ് എന്നുള്ളത് അതിൻ്റെ മദ്യം സുക്കൂനാണ്. മഫാത്തിഹ്, തമാസീൽ, ഖറാത്തീസ്, മവാഖീത്ത്, ഖവാരീർ, ഖവാനീർ എന്നൊക്കെ പറയും പോലെ അതിന് ഖുർആനിലെ തെളിവുകളും കൊടുക്കുന്നു. ഒന്നാമത്തെ തെളിവ് ലഖദ് നസറക്കുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ, ഉണ്ടോ, ഫീ എന്നുള്ളത് ജറിൻ്റെ ഹർഫാണ്, മവാത്തിൻ മജ്റൂറാണ്, അവിടെ ഫതഹത്ത് കൊണ്ടാണ്, കാരണം അത് ഗൈറു മുൻസരിഫിൽപ്പെട്ടതാണ്. ഈ ഒരൊറ്റ ഇല്ലത്താണ്, മുൻതഹൽ ജമ്മിൻ്റെ സീഗയുടെ മേലുള്ള ജമ്മാണ് എന്ന ഒരൊറ്റ ഇല്ലത്ത് കൊണ്ടാണ് അത് ഗൈറു മുൻസരിഫിൽപ്പെട്ടത്. അതുപോലെ മസ്വാബിഹ്, വലഖദ് സയ്യന്ന സമാഅ അദ്ദുനിയ ബിമസ്വാബിഹ, അവിടെ മസ്വാബിഹ എന്നുള്ള മജ്റൂറാണ്, ജറ് ഫതഹത്ത് കൊണ്ടാണ്, മംനൂ മിന സർഫിൽ പെട്ടതാണ്. യഅമലൂന ലഹു മാ യശാഉ മിൻ മഹാരീബ വതമാസീല, മഹാരീബ് ഒത്തമാസീൽ, അവിടെയൊക്കെ തന്നെ മഹാരീബ് ഒത്തമാസീൽ. അവിടെ മഹാരീബ എന്നുള്ളത് ജറാണ്, മജ്റൂറാണ്, അവിടെ ജറിൻ്റെ അടയാളം ഫതഹത്താണ്, സർഫിൽ നിന്ന് വിലക്കപ്പെട്ടതാണ്. അതുപോലെ തമാസീല എന്നുള്ളതും. ഇനി തംബീഹുൻ, ഒരു പ്രത്യേക ഒരു പോയിൻ്റ് ഇവിടെ പറയുന്നത്, യുസ്റഫു നഹു മലായിക്കത്ത്, സ്വയാരിഫത്ത്, ഫലാസിഫത്ത്, സയാദിലത്ത്, ഇതൊക്കെ മുൻസരിഫിൽപ്പെട്ടതാണ്. കാരണം ലിഅന്നഹു ഖദ് വഖഅ ബഅദ അലിഫിൽ ജമി, ജംഇൻ്റെ അലിഫിൻ്റെ ശേഷം 3 ഹർഫുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഔസത്തുഹ മുത്തഹരിക്കുൻ, അതിൻ്റെ മധ്യത്തിലുള്ള ഹർഫ് അത് മുത്തഹരിക്കാണ്, അതിന് അറക്കത്താണ് ഇതിൽ. ഇപ്പം മലായിക്കത്ത് അലിഫിൻ്റെ ശേഷം 3 അക്ഷരമുണ്ട്, പക്ഷേ അതിൻ്റെ മദ്യം അത് ഹർക്കത്താണ്. അതുപോലെ ഫലാസിഫത്ത്, സ്വയാദിലത്തൊക്കെ അങ്ങനെ തന്നെ. ഖൗലു തആല അലൈഹ മലായിക്കത്തുൻ, കണ്ട തൻവീനോട് കൂടി വന്നു, മലായിക്കത്തുൻ എന്നുള്ളത് ഗൈറു മുൻസരിഫാണെങ്കിൽ തൻവീനിൽ പ്രവേശിക്കില്ല. ഖൗലു തആല വലൗ ശാ അല്ലാഹു ലഅൻസല മലായിക്കത്തൻ, അപ്പോൾ മലായിക്കത്തൻ എന്നുള്ളത് ഈ വകുപ്പിൽ പെടുകയില്ല. അപ്പോൾ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് ഒരൊറ്റ കാരണത്തിന് വേണ്ടി തന്നെ മംനൂ മിന സർഫിൽ പെടുന്നത്. ഇനി രണ്ടാമതായി പറയുന്നത് മാ യുംന മിന സർഫിൽ ഇല്ലത്തൈനി, 2 കാരണങ്ങൾ വേണം. 2 കാരണങ്ങൾ ഉണ്ടെങ്കിലേ അത് ഗൈറു മുൻസരിഫിൽ പെടുകയുള്ളൂ. യുംന ഉൽ ഇസ്മു മിന സർഫി, സർഫിൽ നിന്ന് ഇസ്മിനെ വിലക്കപ്പെടുന്നു. ലിൽ അലമിയത്തി, ഒന്നാമത്തെ കാരണം അലമാകുക എന്നുള്ളതാണ്. അതോടൊപ്പം മഅഹ വാഹിദും മിൻ സിത്തത്തി അശ്യൻ, 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. 6 കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം ഈ അലമാകുന്നതിനോട് കൂടെ വേണം. അപ്പോൾ അലമ് വേണം, അതിലൊരു കാര്യം വേണം. അങ്ങനെ 6 കാര്യങ്ങളുണ്ട്. രണ്ടാമതായി വൽ വസ്ഫിയ, വസ്ഫിയത്തിന് വേണ്ടിയിട്ടും ഗൈറു മുൻസരിഫാക്കും. വാഹിദും മിൻ സലാസത്തി അഷ്യാഇൻ, വസ്ഫാകലോട് കൂടെ തന്നെ അതിൻ്റെ കൂടെ 3 കാര്യങ്ങൾ വേറെയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ 6ഉം പിന്നെ രണ്ടാമത് പറഞ്ഞ 3 കാര്യങ്ങളും ആകുമ്പോൾ 9 കാര്യം. ഫയത്തറത്ത് പോലെ തിസ്ആലാത്തിന് 9 അവസ്ഥകൾ വരുന്നുണ്ട്. ആ 9 അവസ്ഥകളാണ് ഇനി ശേഷം വിശദീകരിക്കുന്നത്.
ഒന്നാമതായി അൽ അലമിയത്തു മഅത്ത് ഇനീസ്, അലമാകുക എന്നുള്ള കാരണം എന്തോടുകൂടെ? മുഅന്നസാകലോടുകൂടെ. ഉദാഹരണം ഫാത്തിമ, സൈനബ്, സുആദ്, മറിയം, മക്ക, ഹംസ, ഉബൈദ എന്നൊക്കെ പറയും പോലെ ഇതൊക്കെ അലമാണ്, ഓരോ വ്യക്തികളുടെ പേരുകളാണ്. അതോടൊപ്പം ഇത് മുഅന്നസുമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാരണങ്ങളും ഒത്തുവന്നത് കൊണ്ട് ഇത് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. ഇതിൽ ഹംസ, ഉബൈദ എന്നുള്ളതൊക്കെ ലഫ്ലിൻ്റെ ഭാഗത്തിലൂടെ മുഅന്നസാണ്. ഖാല തആല വബികുഫ്രിഹിം വഖൗലിഹിം അലാ മറിയമ, മറിയമ എന്നുള്ളത് മജ്റൂറാണ്, ജറിൻ്റെ അടയാളം ഫതഹത്താണ്, അത് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് മറിയമ എന്ന് പറഞ്ഞത്. ഹളറത്ത് ഫാത്തിമത്തു റഅയ്തു ഫാത്തിമത്ത മറർത്തു ബി ഫാത്തിമത്ത ഉണ്ടോ? അതിൽ തൻവീനില്ല, അതോടൊപ്പം മറർത്തു ബി ഫാത്തിമത്ത മജ്റൂറിന് ഫതഹത്ത് കൊണ്ടാണ്, അത് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. രണ്ട് ഇല്ലത്ത് ഫാത്തിമ എന്നുള്ളതിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഇല്ലത്ത് അത് മുഅന്നസാണ്, രണ്ടാമത്തത് അത് അലമാണ്. ഈ രണ്ട് ഇല്ലത്തുകളും അതിൽ വന്നിട്ടുണ്ട്. മസ്അലത്തുൻ മുഹിമ്മത്തുൻ, ഒരു പ്രധാനപ്പെട്ട ഒരു മസ്അല ഇതിൻ്റെ ഇടയിൽ പറയുന്നു. അസ്മാ ഉൽ ബിലാദി വൽ അമാക്കിനി വൽ ഖബാഇലി വൽ ലഹിയായി, നാടുകളുടെ പേര്, സ്ഥലങ്ങളുടെ പേര്, ഗോത്രങ്ങളുടെ പേരുകളൊക്കെ ഇൻ ജുഇലൽ ലഫ്ദു ഇസ്മൻ ലിൽ ഖബീലത്തി, ഒരു കബീലത്തിൻ്റെ പേരായി ആ ലഫ്ദിനെ പരിഗണിക്കപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബൽദത്ത്, ബുക്കാത്ത് എന്നൊക്കെ അങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ അതിനെന്ത് ചെയ്യാം? സൊർഫിൽ ഉൾപ്പെടുത്താം. അതേ സമയത്ത് അത് ഹയ്യനുള്ളതോ ബലത്, നാട്, മക്കാന്, അബ് ഈ രൂപത്തിലുള്ളതിനുള്ള ഇസ്മാക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുക? നീ മുൻസരിഫാക്കുകയും ചെയ്തോ. അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ഗൈറു മുൻസരിഫാക്കുക എന്ന് പറഞ്ഞാൽ വഹാദ യുഫസ്സിലുൽ അഅ്ലാം വല്ലത്തി വറദത് ഫിൽ ഖുർആനി മുൻസരിഫതൻ ഫീ ഖിറാഅത്തിൻ വമംനുഅതൻ മിൻ സർഫി ഫീ ഖിറാഅത്തിൻ ഉഖറ. ഇപ്പോൾ സബഅ, തുവ, സമൂദ് എന്നൊക്കെ പറയുമ്പോൾ ചില ഗോത്രങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. ഇവിടെ ചില സ്ഥലത്ത് എന്തുണ്ട്? അത് മുദക്കർ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അതിനെ സർഫാക്കിയിട്ടുള്ളത്, മുൻസരിഫാക്കിയിട്ടുള്ളത്. അതേ സമയത്ത് ഗൈറു മുൻസരിഫായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മുഅന്നസാണ് എന്ന ഉദ്ദേശത്തിലാണ്. ഇനി രണ്ടാമതായി 6 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ രണ്ടാമത് അൽ അലമിയത്തു മഅ സിയാദത്തിൽ അലിഫി വന്നൂനി, അലമാകുക എന്ന കാരണത്തോടു കൂടെ തന്നെ അലിഫും നൂനും, സായിദയായ അലിഫും നൂനും അതിനോടുകൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഉസ്മാൻ, സൽമാൻ, ഇമ്രാൻ, ഓത്ത്ഫാൻ, സുലൈമാൻ, റമളാൻ, മർവാൻ. അപ്പോൾ ഈ പദങ്ങളെല്ലാം അത് അലമാണ്. അതോടൊപ്പം അതിൻ്റെ അവസാനത്തിൽ അലിഫ് നൂൻ സായിദയാക്കപ്പെട്ടിട്ടുണ്ട്. ഒമാ കഫറ സുലൈമാനു ഉണ്ടാ, സുലൈമാനു എന്നുള്ളത് ഫായിലാണ്, റഫ് ആണ്. അതുപോലെ ഫതന്ന സുലൈമാന ഇന്നഹു മിൻ സുലൈമാന, അവിടെ മജ്റൂറാണ്, ജറ് ഫതഹത്ത് കൊണ്ടാണ്, കാരണം അതിന് സൊർഫിൽ നിന്ന് വിലക്കപ്പെട്ടതാണ്. ഹളറ ഉസ്മാനു റഅയ്തു ഉസ്മാന മറർത്തു ബി ഉസ്മാന എന്നാണ് പറയുന്നത്. തൻവീനൊന്നും ഇല്ലാതെയാണ് അതിനെ പറയുന്നത്. ഇനി മൂന്നാമത്തത് അൽ അലമിയത്തു മഅൽ ഉജ്മ, അലമാകലോട് കൂടെ തന്നെ അത് ഉജ്മയുമാകുക, അലമ് ഉജ്മ അനർബിയാകുക എന്നുള്ള 2 കാരണങ്ങൾ. നഹ്വ് ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ്, യാക്കൂബ്, യൂസുഫ്, ജിബ്രീൽ, മീകായിൽ, ഇസ്രായീൽ, ഹാറൂത്ത്, മാറൂത്ത്, ത്വാലൂത്ത്, ജാലൂത്ത്, ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ, ഇബ്ലീസ്. അപ്പോൾ ഈ നാമങ്ങളെല്ലാം ഇതൊക്കെ അലമുകളാണ്, അതോടൊപ്പം ഉജ്മയാണ്, അനർബിയാണ്. ഖാല തആല ഖാല യൂസുഫ് കണ്ട, യൂസുഫ് എന്നുള്ളത് ഫായിലാണ്, റഫ് ആണ്, ലമ്മത്ത് കൊണ്ട്, അടുത്ത തൻവീനൊന്നുമില്ല. അതോടൊപ്പം രണ്ടാമത്തെ ഉദാഹരണം ലാ തഖ്തുലു യൂസുഫ, മഫ്ഊലാണ്, നസ്ബ് ഫതഹത്ത് കൊണ്ടാണ്. ദഖലു അലാ യൂസുഫ, അല ജറിൻ്റെ അക്ഷരമാണ്, യൂസുഫ എന്നുള്ളത് മജ്റൂറാണ്, ജറിൻ്റെ അടയാളം ഫതഹത്താണ്, കാരണം അത് സർഫിൽ പെട്ടതാണ്, അത് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. ജമീഉ അസ്മാഇൽ അംബിയാഇൽ മദ്കൂറത്തി ഫിൽ ഖുർആനി മംനുഅത്തുൻ മിന സർഫി, ഖുർആനിൽ പറയപ്പെട്ട നബിമാരുടെ പേരുകളെല്ലാം അത് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. കാരണം ലിൽ അലമിയത്തി മഅൽ ഉജ്മ, ഈ അനർബിയാവുക എന്നുള്ളതും അതോടൊപ്പം അലമാവുക എന്നുള്ള ഈ 2 കാരണം ഉണ്ടായതിന് വേണ്ടി. മഅദ സിത്തത്തു അലാമി, 6 അലമുകളെ മുഹമ്മദ്, സ്വാലിഹ്, ഷുഐബ്, ഹൂദ്, നൂഹ്, ലൂത്ത്. ഈ പേരുകളല്ലാത്തതെല്ലാം ബാക്കി എല്ലാ പേരുകളും അത് ഗൈറു മുൻസരിഫായിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി 4ാമത്തെ കാരണം നോക്കാം. അൽ അലമിയത്തു മഅ വസ്നിൽ ഫീൽ, അലമാകലോടുകൂടെ വസ്ന് ഫീലുമാവുക, അലമാണ്, അതോടൊപ്പം അത് വസ്ന് ഫീൽ, ഏതെങ്കിലും ഫീലിൻ്റെ വസ്നുകളായിട്ട് വരുന്നുണ്ട്.
ഉദാഹരണം അഹ്മദ്, യസീദ്, തഗ്ലിബ്, യഅ്മുറു, യഈഷ്, യംബു, യസ്ലിബ്. ഇപ്പോൾ ഈ അഹ്മദ് എന്നുള്ളത് അഫ്അൽ വസ്നാണ്, യസീദ് ഫഈൽ, തഗ്ലിബ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ എന്ത് ചെയ്യുക, ഇത് ഫീലിൻ്റെ വസ്നിൻ്റെ മേലിൽ വസ്ന് ഫീലാണ്, അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അലമുമാകുന്നു. ഉദാഹരണം ഹളറ അഹ്മദു, അഹ്മദുൻ എന്ന് പറയില്ല, അഹ്മദു ഫായിലാണ്, റഫ് ആണ്, ലമ്മത്ത് കൊണ്ട്. രണ്ടാമത് റഅയ്തു അഹ്മദ, മഫ്ഊൽ നസ്ബ് ഫതഹത്ത് കൊണ്ട്. മറർതു ബി അഹ്മദ, അവിടെ അഹ്മദ എന്നുള്ളത് മജ്റൂറായ ഇസ്മാണ്, ജറ് കസ്റത്ത് കൊണ്ടല്ല ഫതഹത്ത് കൊണ്ടാണത്, ഗൈറു മുൻസരിഫിൽപ്പെട്ടതാണ്. കുല്ലുൽ അസ്മാഇ സാബിഖ അലാ വസ്നിൽ ഫീലിൽ മുളാരി, നേരത്തെ പറഞ്ഞ ഇസ്മുകളെല്ലാം അത് മുളാരിയായ ഫീലിൻ്റെ വസിൻ്റെ മേലാണ്. ഫ അഹ്മദ, അഹ്മദ് എന്നുള്ളത് അല വസ്നി അഫ്അല നഹ്വു അദ്ഹബ് എന്നൊക്കെ പറയും പോലെ. തഗ്ലിബ് എന്നുള്ള അല വസ്നി തഫീൽ നഹ്വു തജ്ലിസ് വഹാക്കഥ. ഇപ്രകാരം മുളാരിയായ ഫീലിൻ്റെ വസിനുള്ള അലമുകളാണ് നേരത്തെ പറഞ്ഞത്. ഇനി അഞ്ചാമത്തെ കാരണം അൽ അലമിയത്തു മഅ തർക്കീബിൽ മസ്ദി, അത് അലമാണ്, അതോടൊപ്പം മുറക്കബായ മസ്ദിയായ മുറക്കബാണ് അത്. ഈ രണ്ട് ഇല്ലത്തുകളുണ്ട്, അലമുണ്ട്, മസ്ദിയായ മുറക്കബ്. ഉദാഹരണം ഹളറ മൗത്ത്, ബഅലബക്, മഅദി യക്രിബ്, ഇങ്ങനെയൊക്കെ പറയും പോലെ ഈ ഹളർ മൗത്ത് രണ്ടും കൂടി ഒറ്റ സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ മസ്ദിയായ മുറക്കബ് എന്ന് പറയുന്നത്. ബഅൽ ബക്ക്, മഅദി യക്രിബ് രണ്ടും കൂടി ഒരുമിച്ച് ഒറ്റ പേര്. ഹദീസിലുണ്ട് ഹത്താ യസീറ റാക്കിബു മിൻ സ്വൻഅ ഇല ഹളറ മൗത്ത, ഉണ്ടാ അവിടെ മജ്റൂറായി വന്നിട്ടുണ്ട്, പക്ഷേ അവിടെ ഫതഹത്ത് കൊണ്ടാണ് ജറ്, കാരണം അത് ഗൈറു മുൻസരിഫിൽപ്പെട്ടതാണ്. ഹാദിഹി ബഅലബക്, റഅയ്തു ബഅലബക, ദഹബ്തു ഇല ബഅലബക എന്നാണ് അവിടെ പറയുന്നത്. ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, മസ്ദിയായ മുറക്കബിൽ നിന്ന് വൈഹി കൊണ്ട് അവസാനിക്കുന്ന അലമുകളിൽ നിന്ന് ഒഴിവാക്കപ്പെടും. ഇതുപോലെ സീബ വൈഹി, അമ്ര വൈഹി, നിഫ്ത വൈഹി, ഇതൊക്കെ എപ്പോഴും കസറിൻ്റെ മേൽ മബിനിയായിരിക്കും. ഹള സീബവൈഹി, സീബവൈ എന്നുള്ള ഫായിലാണ്, പക്ഷേ കസറിൻ്റെ മേൽ മബിനിയാണ്. അതുപോലെ റഅയ്തു സീബവൈഹി, മറർത്തു ബി സീബവൈ. ഇനി ആറാമത്തെ അലമിനോട് കൂടെയുള്ള അവസാനത്തെ എണ്ണമാണ് നമ്മൾ പറയുന്നത്, അവസാനത്തെ കാര്യമാണ് പറയുന്നത്. 6 അൽ അലമിയത്തു മഅൽ അദ്ലി, അലമാണ്, അതോടൊപ്പം അത് അദ്ലുമാണ്. അതിലെന്ന് പറഞ്ഞാൽ മറ്റൊന്നിൽ തെറ്റിയതാണ്. വഹാദ ഫിൽ അലാമിൽ മുദക്കറത്തി അല അല്ലത്തി അല വസ്നി ഫുഅൽ, ഫുഅൽ എന്ന വസ്നിൻ്റെ മേലുള്ള മുദക്കറായ അലമുകളാണ് ഈ ഇനത്തിൽപ്പെടുന്നത്. വൈ അർബഅത്തു അശറ അലമൻ, അത് 14 അലമുകളുണ്ട്. അതിൽ നിന്ന് അറിയപ്പെട്ടത് മാത്രം ഇവിടെ പറയുന്നു. ഉമർ, മുള്ളർ, ഹുബൽ, സുഹൽ, ഖുസൽ. ഫഹിയ മഅദൂലത്തുൻ, അത് അൻ വസ്നി ഫായിൽ, ഫായിലിൻ്റെ വസ്നിന് തൊട്ട് തെറ്റപ്പെട്ടതാണ്. ഫൽ അസ്ലു ഫിയ, ശരിക്കും ഉമർ എന്നുള്ളത് ആമിറിൽ നിന്നാണ് ഉമർ ഉണ്ടാകുന്നത്. മാളിർ എന്നുള്ളതിൽ നിന്നാണ് മുളർ ഉണ്ടാകുന്നത്. ഹാബിൽ എന്നുള്ളതിൽ നിന്നാണ് ഹുബൽ ഉണ്ടാകുന്നത്. സാഹിൽ എന്നുള്ളതിലാണ് സുഹൽ ഉണ്ടാകുന്നത്. ഖാസിഹ് എന്നുള്ളതിലാണ് ഖുസഹ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഇസ്മുകളെല്ലാം അത് അദലാണ്, മറ്റൊന്നിനും തെറ്റിയതാണ്, അതോടൊപ്പം അത് അലമുകളുമാകുന്നു. സുമ്മ ഉദില അൻ ആദൽ അസ്ലില വസ്നി ഫഅൽ ഫമുനിഅതു മിന സ്റഫി, അങ്ങനെയാണത് ഗൈറു മുൻസരിഫിൽ പെടുന്നത്. ഹദീസുണ്ട് അല്ലാഹുമ്മ അഷ്തദ് വത്അതക അലാ മുളറ, ഉണ്ട്. അലാ മുളറ എന്നുള്ളത് മജ്റൂറാണ്, ജറ് ഫതഹത്ത് കൊണ്ടാണത് ഗൈറു മുൻസരിഫിൽപ്പെട്ടതാണ്. നീ പറയും ഹളറ ഉമറു, റഅയ്തു ഉമറ, മറർത്തു ബി ഉമറ എന്നാണ് പറയുന്നത്. ഇനി ഏഴാമത്തത്, അപ്പോൾ അലമിൻ്റെ കൂടെയുള്ള 6 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി വസ്ഫിയത്ത്, വസ്ഫിയത്തിനോട് കൂടെ 3 കാര്യങ്ങളുണ്ട് പറഞ്ഞില്ല. അപ്പോൾ വസ്ഫാഗ്, അതോടൊപ്പം മറ്റു 3 കാര്യങ്ങൾ നോക്കാം. അൽ വസ്ഫിയത്തു മഅ സിയാദത്തിൽ അലിഫി വന്നൂനി, വസ്ഫാഗിലോട് കൂടെ അതിനോട് കൂടെ സായിദയായ അലിഫും നൂനും. അപ്പോൾ ഉദാഹരണം ഗളുബാൻ, അത്ഷാൻ, സക്രാൻ, ലംആൻ, ശബആൻ എന്നൊക്കെ പറയും പോലെ. ദേഷ്യപ്പെട്ട ആൾക്കാണ് ഗളുബാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് വസ്ഫാണ്, അതോടൊപ്പം അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അലിഫും നൂനും സായിദയായിട്ടുണ്ട്. അതെ, അതിനുള്ള ഉദാഹരണം നമുക്ക് നോക്കാം. ഫറജഅ മൂസ ഇല ഖൗമി ഗളുബാന അസിഫ, ഇവിടെ ഗളുബാൻ എന്നുള്ള ഹാലാണ്, നസ്ബാണ്, ഫതഹത്ത് കൊണ്ടാണ്. ഹാദാ റജുലൻ, നീ പറയും സക്രാനു, ഹാദാ റജുലൻ സക്രാനു, റഅയ്തു റജുലൻ സക്രാന, ഇവിടെ തൻവീനില്ലല്ലോ. അതുപോലെ മറർത്തു ബി റജുലിൻ സക്രാന, ഇവിടെ മറർത്തു ബി റജുലിൻ സക്രാന, സക്രാന എന്നുള്ളത് സിഫത്താണ്, ജറാണ് വേണ്ടത്, കാരണം മൗസൂഫിൻ്റെ ഇറാബാണല്ലോ. അവിടെ ഫതഹത്താണ് ചെറുതിൻ്റെ അടയാളം, കാരണം അത് സർഫിൽപ്പെട്ടതാണ്. എട്ടാമതായി വസ്ഫാണ് എന്ന ഇല്ലത്തോടു കൂടെ തന്നെ വസ്നി ഫീലും ആകുക. അൽ മഖ്സൂദ് അസിഫാത്തുല്ലത്തി അല വസ്നി അഫ്അല, ഈ ഇതിൽ വരുന്നത് അഫ്അല വസ്നിൻ്റെ മേലുള്ള സിഫത്തുകളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിൽപ്പെട്ടതാണ് അൽ അൽവാന്, നിറങ്ങൾ, അബിയദ്, അസ്വദ്, അഹ്മർ, അഖ്ലർ, അസ്ഫർ, അസ്റഖ് എന്നൊക്കെ പറയും പോലെ. അപ്പോൾ ഈ ലൗനുകളെല്ലാം, ഈ നിറങ്ങളെല്ലാം ഇത് വസ്ഫാണ്, അതോടൊപ്പം അത് വസ്ന് ഫീലുകളുമാകുന്നു.
അതുപോലെ അൽ ഉയൂബ് ഐബുകൾ, അഴ്വർ, അഴ്മഷ്, അഹ്വൽ, അഴറജ്, അബ്റസ്, അഖർ തുടങ്ങിയ ഐബുകൾ, ന്യൂനതകൾ, അപ്പോൾ അതും ഇതിൻ്റെ കീഴിൽ വരുന്നതാണ്. ഇത് വസ്ഫാണ്, ഒരാളുടെ വിശേഷണമാണ്. അതോടൊപ്പം അതിലെന്ത് ചെയ്യുന്നുണ്ട്, വസിൻ ഫീലുകളുമാകുന്നു. അഴ്വർ, അഴ്മഷ് എന്നുള്ളതൊക്കെ അഫ്അൽ വസിനാണ്. മൂന്നാമതായി ഇസ്മു തഫ്ദീൽ, അക്ബർ, അസ്ഗർ, അഹ്സൻ, അഫ്ളൽ, അക്രം, അലം, അജ്ഹൽ, അഹബ്. നമുക്ക് ഉദാഹരണം നോക്കാം. ഖൗലുഹു തആല, അല്ലാഹു തആലയുടെ ഖൗല്, ഫഹയ്യു ബി അഹ്സന മിൻഹ. ബി അഹ്സനി എന്നല്ല, ബി അഹ്സന മിൻഹ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ജറിൻ്റെ അക്ഷരമാണ്, അഹ്സൻ എന്നുള്ള മജ്റൂറാണ്. ജറിൻ്റെ അടയാളം ഫതഹത്ത് കൊണ്ടാണ്, കാരണം അത് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. മൽ മസ്ഊലു അൻഹാ ബി അഅലമ ബിസ്സായിലി. ഉണ്ട് അഅലമ എന്നുള്ളത് അവിടെ ജറ് ഫതഹത്ത് കൊണ്ടാണ്, കാരണം അത് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. ഹദീസ്, മാ അൻതും ഫിന്നാസി ഇല്ലാ കശഅറത്തി സൗദാഇ ഫി ജിൽദി സൗരിൻ അബിയല്ല. ഇവിടെ അബിയല്ല എന്നുള്ളത് സിഫത്താണ്, ജറാണ് വേണ്ടത്. ജറ് അവിടെ ഫതഹത്താണ്, കാരണം അത് സ്വറഫിന് തൊട്ട് വിലക്കപ്പെട്ടതാണ്. ഇനി ഒമ്പതാമതായി അൽ വസ്ഫിയത്തു മഅൽ അദ്ലി. വസ്ഫാണ് എന്ന കാരണത്തോടു കൂടെ തന്നെ അത് അദ്ലും അതിനോട് കൂടെ ചേരുന്നുണ്ട്. ഒൽ അദ്ലു ഫി സിഫത്തി നൗആനി, രണ്ട് രൂപത്തിൽ സിഫത്തിൽ അദ്ൽ വരാം. ഒന്ന് മാ ജാ അല വസ്നി ഫുആൽ വ മഫ്അൽ മിനൽ വാഹിദി ഇലൽ അർബഅത്തി. ഫുആൽ, മഫ്അൽ എന്ന വസ്നിൻ്റെ മേൽ വരുന്നത്. നഖൂലു വഹാദ്, മൗഹദ്, സുനാ, മസ്ന, സുലാസ്, മസ്ലസ്, റുബാ, മർബ, ഈ രൂപത്തിൽ വരുന്നത്. വഹിയ മഅദൂലത്തുൻ അൻ അൽഫാദിൽ അദദിൽ ഉസൂലി മുക്കററ. അതായത് നമ്മുടെ എണ്ണങ്ങളുടെ ലഫ്ലുകളുണ്ടല്ലോ, അതിനെ തൊട്ട് തെറ്റി വന്നതാണ്. അഹദ് അല്ലെങ്കിൽ വാഹിദ്, അതിന് തൊട്ട് തെറ്റി വന്നത്. അസ്ലിയായ എണ്ണങ്ങളുടെ ലഫ്ലുകളുണ്ടല്ലോ, അതിന് തൊട്ട് തെറ്റി വന്നതാണ്. ഫ അസ്ലു ജാ അൽ ഖൗമു വഹാദ എന്ന് പറയുമ്പോൾ ജാ അൽ ഖൗമു വാഹിദൻ എന്നാണ് അർത്ഥം. അതുപോലെ ജാ അൽ ഖൗമു സുനാ എന്ന് പറഞ്ഞാൽ ജാ അൽ ഖൗമു ഇസ്നൈനി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഈ പ്രകാരം വരുന്നത് 1 മുതൽ 4 വരെയുള്ളത്. ഖൗലു തആല, അല്ലാഹു തആലയുടെ ഖൗല്, ഉലി അജ്നിഹത്തിൻ മസ്ന വ സുലാസ വ റുബാ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ മസ്ന എന്നുള്ളത് നഅത്തുല്ലി അജ്നിയത്തിൻ്റെ സിഫത്താണ്, ജറാണ്, ജറ് ഫതഹത്താണ്, കാരണം അത് സർഫിൽ നിന്ന് വിലക്കപ്പെട്ടതാണ്. സുലാസ എന്നുള്ളത് മഅ്തൂഫുൻ അലാ മസ്നയുടെ മേലെ അഅ്തൂഫ് ചെയ്യപ്പെട്ടതാണ്, അവിടെയും ജറാണ് വേണ്ടത്, ഫതഹത്ത് കൊണ്ട് അതും ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. റുബാ എന്നുള്ളതും അപ്രകാരം തന്നെ. അതുപോലെ രണ്ടാമത്തെ ലഫ്ള് ഉഖർ എന്ന ലഫ്ള് ഫി നഹവി ഖൗലി തആല, അല്ലാഹുവിൻ്റെ ഖൗലിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ. ഉഖറ എന്നുള്ളത് സിഫത്താണ് എന്ത് യൗമിനുള്ളത്, പക്ഷെ അവിടെ ജറ് ഫതഹത്ത് കൊണ്ടാണ് ഗൈറു മുൻസരിഫിൽ പെട്ടതാണ്. ഫഹുവ മഅദൂലൻ എന്ന ആഖർ എന്ന പദത്തിൽ നിന്ന് തെറ്റപ്പെട്ടതാണ് അത് ഉഖർ എന്നുള്ളത്. കാരണം അന്ന ഇസ്മ തഫ്ളീലി ഫി ഹാലി തജറുദിഹി മിൻ അൽ വൽ ഇളാഫത്തി യകൂനു മുഫ്രദൻ മുദക്കറൻ ദായിമൻ. ഇസ്മു തഫ്ളീൽ അത് അല്ലിൽ നിന്നും ഇളാഫത്തിൽ നിന്നും തനിക്കുന്ന സമയത്ത്, അല്ലിനെ തൊട്ടും ഇളാഫത്തിനെ തൊട്ടും തനിക്കുന്ന സമയത്ത് എപ്പോഴും അത് മുഫ്രദ് മുദക്കറായിരിക്കും. അതിനുള്ള ഉദാഹരണമാണ് അള്ളാഹുവിൻ്റെ ഖൗല്, ഇത് ഖാലു ലയൂസുഫ് വ അഖൂ അഹബ്ബു എന്നുള്ള പദം നമ്മൾ ശ്രദ്ധിച്ചല്ലോ. അഹബ്ബു എന്നുള്ളത് ഇളാഫത്തുമില്ല, അതുപോലെ തന്നെ അത് അല്ലുമില്ല, അപ്പോൾ അത് മുഫ്രദാണ്, മുദക്കറാണ്. ഇനി ചില ഗൈറു മുൻസരിഫ് നമുക്ക് ചിലപ്പോൾ സൊറഫാക്കേണ്ടി വരും. അതാണ് പറയുന്നത് സൊർഫുൽ മംനൂ മിന സൊറഫി. ഗൈറു മുൻസരിഫിനെ ചിലപ്പോൾ മുൻസരിഫാക്കേണ്ടി വരും. യുസ്റഫുൽ മംനൂ മിന സൊറഫി, ഗൈറു മുൻസരിഫിനെ മുൻസരിഫാക്കും. ഫയജുറു ബിൽ കസ്റത്തൈനി ഫി ഹാലത്തൈനി, 2 അവസരത്തിൽ എന്ത് ചെയ്യും, കസ്റത്ത് കൊണ്ട് തന്നെ ജർ ചെയ്യും. അപ്പോൾ ഒന്നാമതായി ഇൻ ദഖലത്തുഹു അൽ, അതിൽ അല്ല് പ്രവേശിച്ചു. ഗൈറു മുൻസരിഫായ ലഫ്ള് നമ്മൾ പറഞ്ഞതിൽ അതിൻ്റെ ഷർത്തുകളൊക്കെ ഒത്ത അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളൊത്ത പദം, ആ പദത്തിൽ എന്ത് ചെയ്തു, അല്ല് പ്രവേശിച്ചു, അല്ലെങ്കിൽ അതിന് ഇളാഫത്ത് ചെയ്യപ്പെട്ടു. ഈ 2 കാരണങ്ങൾ ഉണ്ടാകുന്ന സമയത്തും അതിനെന്ത് ചെയ്യും, സാദാ കസ്റത്ത് കൊണ്ട് തന്നെയായിരിക്കും അതിന് ഇറാബ് നൽകപ്പെടുന്നത്. അതിനുള്ള ഉദാഹരണം, അല്ല് പ്രവേശിച്ചതിനുള്ള ഉദാഹരണമാണ് അന്തും ആക്കിഫൂന ഫിൽ മസാജിദ്. നമ്മൾ നേരത്തെ മസാജിദ് എന്നുള്ള പദം മുൻതഹൽ ജമ്മിൻ്റെ ഇനത്തിൽ നമ്മൾ പെടുത്തിയിരുന്നു. മുൻതഹൽ ജമ്മ് ഒറ്റ കാരണം തന്നെ മതി അത് ഗൈറു മുൻസരിഫിൽ പെടാൻ, ഗൈറു മുൻസരിഫിൽ പെടും. എന്നാൽ അൽ മസാജിദ് അവിടെ അല്ല് ചേർന്ന് വന്നപ്പോൾ അവിടെ ഫിൽ മസാജിദ് ജറ് മജ്റൂർ ഫതഹത്ത് കൊണ്ടല്ല, അവിടെ കസ്റത്ത് കൊണ്ട് തന്നെയാണ് ജറ് ചെയ്യുന്നത്. അതുപോലെ അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖ്റ വ യഅ്മുറുകും ബിൽ ഫഹ്ശാ. ഫഹ്ശാ എന്നുള്ളതും ഇതിൽപ്പെട്ടതാണ്, ഗൈറു മുൻസരിഫിൽപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ അൽ ഫഹ്ശാ അല്ല് ചേർന്ന് വന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഗൈറു മുൻസരിഫിൽ പെടുകയില്ല, അവിടെ ജറ് കസ്റത്ത് കൊണ്ടാണ് അതിൻ്റെ ഇറാബ്.
അതുപോലെ മിസാലുമ ഉലീഫ ഇനി ഇലാഫത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള ഉദാഹരണമാണ് ഇജ്അൽനി അല ഖസാഇനിൽ അർള്. ഇവിടെ ഖസായിൻ എന്നുള്ളത് ഗൈറു മുൻസരിഫായ പദമാണ്. അതേസമയം ഖസീനത്തിൻ്റെ ജമ ഖസായിൻ. ഇവിടെ ജറിൻ്റെ അടയാളം ഇവിടെ കസ്റത്ത് തന്നെയാണ്. അപ്പോൾ ഗൈറു മുൻസരിഫിൻ്റെ അമൽ അവിടെ അമൽ ചെയ്യുകയില്ല. അതുപോലെ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അഹ്സൻ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇസ്മു തഫ്ളീലിൻ്റെ ഇസ്മുകൾ അത് ഗൈറു മുൻസരിഫിൻ്റെ കാരണത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇവിടെ ഫി അഹ്സനി തഖ്വീം എന്നുള്ള അഹ്സൻ എന്നുള്ളത് മുളാഫായിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ കസ്റത്ത് കൊണ്ട് തന്നെയാണ് ജർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.